Next, test of hypothesis or statistical test. നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ ഇൻഫറൻസ് തയ്യാറാക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണോ? ആ അസംഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പോപ്പുലേഷനെ ബേസ് ചെയ്ത് നമ്മളൊരു അസംഷൻ കൊടുക്കാറുണ്ടെന്ന്, അതായത് നൾ ഹൈപ്പോത്തിസിസ്. ആ നൾ ഹൈപ്പോത്തിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ് അല്ലേ? അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനായി നടത്തുന്ന ടെസ്റ്റുകളാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ആ ടെസ്റ്റുകൾ എന്ന് പറയുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമുക്ക് പൊതുവെ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എക്സെട്ര. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇതൊക്കെ. ഇപ്പൊ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ദ ടെസ്റ്റ് കണ്ടക്റ്റഡ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് ആർ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് കണ്ടക്റ്റഡ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് are called tests of hypothesis or statistical test. The commonly used statistical tests or test of hypothesis are t-test, z-test, chi-square test, etc. Next, procedure or steps of testing hypothesis. Procedures ഏതൊക്കെയാണ്? ഏത് ടെസ്റ്റിംഗ് പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് അപ്പ് ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഫസ്റ്റ് സെറ്റ് അപ്പ് ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ്, ഡിസൈഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഏത് ടെസ്റ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. Decide the test statistic such as t-test, z-test, chi-square test, etc. ഈ ടെസ്റ്റുകളിൽ ഏത് ടെസ്റ്റാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. അത് നമ്മളുടെ സർവേ പോലെ നമ്മൾ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ചിരിക്കും. ഏത് ടെസ്റ്റ് ഫോളോ ചെയ്യണം അത് തീരുമാനിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, decide the then third step, calculate the test statistic. The next step, calculate the test statistic using appropriate formula. ഇപ്പൊ ടി ആണെങ്കിലും ഇസഡ് ആണെങ്കിലും കൈ സ്ക്വയർ ആണെങ്കിലും അതിനൊക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അപ്രോപ്രിയേറ്റ് ഫോർമുലയുണ്ട്. ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഡിഫറെന്റ് ഫോർമുലയാണുള്ളത്. ആ ഫോർമുല യൂസ് ചെയ്ത് ടിയുടെയോ ഇസഡിന്റെയോ കൈ സ്ക്വയറിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഇപ്പൊ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇപ്പൊ 3 സ്റ്റെപ്പ് എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിസൈഡ് ചെയ്യുക. സിറ്റുവേഷൻ അനുസരിച്ച് ടി ആണോ ഇസഡ് ആണോ കൈ സ്ക്വയർ ആണോ എന്ന് സെലക്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ടിയുടെ ഇസഡിന്റെ കൈ സ്ക്വയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. Then the fourth step, എന്താ വേണ്ട? Decide the level of significance. Decide the level of significance. നേരത്തെ നമ്മൾ കണ്ടു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് the chance of committing type 1 error ആണ്. അത് നമ്മൾ കണ്ടു. It may be 10%, 5% or 1%. Normally we take 5%. ഇപ്പൊ സാധാരണ നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് എടുക്കുന്നത്. ഇപ്പൊ ഡിസൈഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഡിസൈഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിസൈഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിസൈഡ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. എങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടെത്തുന്നു?
For small samples, degree of freedom is n minus 1, and for large samples, degree of freedom is infinity. ഏതൊക്കെ കണ്ടു? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ് ചെയ്തു, then degree of freedom കണ്ടെത്തി. The next step, find out the table value of test statistic. Okay, table value കണ്ടെത്തുക. അപ്പം ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഡിഫറെന്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും ടേബിൾ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഡിസൈഡ് ചെയ്ത ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും അനുസരിച്ചുള്ള ടേബിൾ വാല്യൂ കണ്ടെത്തുക. ഇപ്പൊ ടേബിൾ വാല്യൂ അവൈലബിൾ ആണ്. ടിക്ക്, സെഡിന്, കൈസ്കറിനൊക്കെ ടേബിൾ വാല്യൂ അവൈലബിൾ ആണ് ഫോർ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ഡിഫറെന്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അത് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് വാല്യൂ വന്നു. നമ്മൾ അപ്രോപ്രിയേറ്റ് വാല്യൂ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ യൂസ് ചെയ്ത് ദെൻ ടേബിൾ വാല്യൂ കണ്ടെത്തി. ഇപ്പൊ രണ്ട് വാല്യൂ നമ്മളിലുണ്ട്. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും ഉണ്ട്, ടേബിൾ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും ഉണ്ട്. ദ ഫൈനൽ സ്റ്റെപ്പ്, make decision to accept or reject the null hypothesis. അല്ലെ, നമ്മുടെ null hypothesis accept ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് ഡിസിഷൻ എടുക്കുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. എപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം, എപ്പോൾ റിജക്ട് ചെയ്യണം. ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ലെസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പറഞ്ഞ we accept the null hypothesis when calculated value is less than the table value. ആ രണ്ട് വാല്യൂടെ കമ്പയർ ചെയ്യുക. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ലെസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അതർവൈസ് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതലാണ് ടേബിൾ വാല്യൂക്കാളെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുക, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുക. Okay, the testing procedure is over.